ഹായ് ഹലോ. അപ്പോൾ ഇന്ന് നമ്മളൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് എടുക്കാൻ പോകുന്നത്. ഗെറ്റ് റെഡി വിത്ത് മീ നമ്മൾ ചെയ്യുന്നത് കേരളത്തിലൊന്നുമല്ല, നമ്മൾ തായ്ലൻഡിലാണ് ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കുന്നത്. എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ എന്ന് പറയുന്നത് വലിയ സംഭവങ്ങളൊന്നുമില്ല. ഓക്കെ, നമ്മൾ നല്ല ചൂടുള്ള സമയം തന്നെയായിരുന്നു. അപ്പോൾ എന്തായാലും സൺസ്ക്രീൻ ഒഴിവാക്കണ്ടെന്ന് വെച്ചിട്ട് ഒരു സൺസ്ക്രീൻ ഇട്ട് കൊടുത്തു. ഈ അടുത്തൊക്കെയാണ് ഞാൻ സൺസ്ക്രീനൊക്കെ ഉപയോഗിച്ച് തുടങ്ങിയത്. മോളിക്കുലർ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ സൺസ്ക്രീനാണ്. അതേപോലെ പിന്നെ എടുത്തത് ഒരു കോമ്പാക്റ്റ് പൗഡർ ഉണ്ട്. ഇത് കുറച്ച് നാളുകളായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു കോമ്പാക്റ്റ് പൗഡർ തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതൊന്ന് നമ്മൾ എല്ലാവിടെയും വന്ന് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ ഐലൈനർ, ഞാനെപ്പോഴും മുകളിലാണ് കണ്ണെഴുതുക. അപ്പോൾ എനിക്ക് താഴെ കണ്ണെഴുതാനായിട്ട് എനിക്ക് ഇഷ്ടമില്ല, ചെറുപ്പം തൊട്ടേ എഴുതാറില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ മുകളിൽ കണ്ണിൻ്റെ മുകളിലും ഞാൻ ഐലൈനർ വരച്ചു. പിന്നെ പൊട്ടും നമ്മൾ ഐലൈനർ കൊണ്ട് തന്നെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതൊന്നും പ്രത്യേകിച്ച് കൊണ്ടുപോകേണ്ട ആവശ്യം ഉണ്ടാവാറില്ല. കുറേ വർഷങ്ങളായിട്ട് ഞാൻ ഐലൈനർ കൊണ്ട് തന്നെയാണ് പൊട്ട് കുത്താറ്. പിന്നെ ലിപ്സ്റ്റിക് അല്ല, ഒരു ലിപ് ക്രയോണാണ്. അപ്പോൾ ഇത് ഞാൻ കുറച്ച് നാളായിട്ട് യൂസ് തുടങ്ങിയിട്ടുള്ളത്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാനിത് ലിപ്പ് ലൈൻ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കലാണ് പതിവ്. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ആ കളർ ഏകദേശം ഒരു ചെറിയൊരു വയലറ്റ് ഷെയ്ഡാണ്. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കുറച്ച് നാളായിട്ടാണ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് എൻ്റെ ഫേവറേറ്റുമാണ് കേട്ടോ, മാസിൻ്റെ. അത് നമ്മുടെ കഴിഞ്ഞു. ഇനിയിപ്പോൾ മുഖത്തെ അലങ്കോലപ്പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഈ നമ്മുടെ പൊന്തി നിൽക്കുന്ന മുടികളൊക്കെ ഒന്ന് നീറ്റാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു ക്രീമുണ്ട്, പാരച്യൂട്ടിൻ്റെ ക്രീം. ജസ്റ്റ് ഒന്ന് ഒക്കെ ഇട്ട് ചെയ്തു. പിന്നെ മുടി കെട്ടി. അങ്ങനെ ഞങ്ങൾ പുറത്ത് പോകാൻ റെഡി ആയി. അപ്പോൾ ബൈ.